Hi children, how are you? I hope all of you are fine. Okay. In our previous class, what we have learned? Yes, the Mowgli and his friends are going to visit the deep forest. Okay. There, what they will do? അവിടെ അവരെന്ത് ചെയ്തത്? Yes, they plucked apple. At last, they heard a hissing sound. They were entering into a threat. What was the threat? Okay, here we can see in this picture there is a snake. It made a sound called hissing sound. Okay. അപ്പോൾ എന്തായിരുന്നു? അവർ ജംഗിളിൽ പോയി ആപ്പിളെല്ലാം പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഹിസ്സിങ് സൗണ്ട് കേട്ടു അല്ലേ? ആരുടെ സൗണ്ട് ആയിരുന്നത്? യെസ്, ഈ സ്നേക്കിൻ്റെ സൗണ്ട് ആയിരുന്നു. അവർ പേടിച്ചു അല്ലേ? ദേ വേർ ഇൻ എ ത്രെറ്റ്. നോക്കാം നമുക്ക് ഈ സ്നേക്ക് ആരാണെന്നും അവിടെ പിന്നെ എന്തൊക്കെയാണ്, വാട്ട് വിൽ ഹാപ്പൻ ദർ. ഓക്കെ, ഹിയർ യു ക്യാൻ സീ എ സ്നേക്ക് ഇൻ ദി ട്രീ ആൻഡ് the two cubs are in a threat. They are in a fear അല്ലേ? അവർ പേടിച്ചിട്ട് നിൽക്കുകയാണ്. സ്നേക്ക് അവരെന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ. കാ, സ്നേക്കിൻ്റെ പേരാണ് കാ. കാ, ദ സ്നേക്ക്. Run, it's Ka, the dangerous snake. The cubs cried as they ran. അതെന്താ പറഞ്ഞത്? കബ്സിന് അറിയാം ജംഗിളിൽ കാ എന്ന പേരുള്ള ഒരു ഡേഞ്ചറസ് സ്നേക്ക് ഉണ്ടെന്ന് അല്ലേ? അപ്പോൾ കബ്സ് പറയാണ് റൺ, ഇറ്റ്സ് കാ, ഓടിക്കോ, ഇത് കായാണ്, ഇറ്റ്സ് എ ഡേഞ്ചറസ് സ്നേക്ക്, ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്നേക്കാണ്, നമുക്ക് ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞു. സ്റ്റോപ്പ് ദിസ് ഇസ് മൈ ട്രീ. അപ്പോൾ കായ എന്താ പറഞ്ഞത്? നിൽക്കവിടെ, ഇതെൻ്റെ ട്രീ ആണെന്ന് അല്ലേ? സ്റ്റോപ്പ് ദിസ് ഇസ് മൈ ട്രീ. ഹൗ ഡയർ യു പ്ലക്ക് ആപ്പിൾസ് ഫ്രം മൈ ട്രീ. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മരത്തിൽ നിന്നും ആപ്പിൾ പറിക്കാൻ? നിൽക്കവിടെ എന്നും പറഞ്ഞിട്ട് കാ സംസാരിക്കുകയാണല്ലേ? കാ ബ്ലോക്ക് ദെയർ വേ, ഇറ്റ് റഷ് ടുവേർഡ്സ് ദം ആൻഡ് ഹിസ്ഡ്. കാ എന്താ ചെയ്തത്? അവരെ ബ്ലോക്ക് ചെയ്ത് അവിടെ നിർത്തി. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മരത്തിൽ നിന്നും ആപ്പിൾസ് പറിച്ചെടുക്കാൻ എന്ന് ചോദിച്ചു. ആൻഡ് ഇറ്റ് റഷ്ഡ് ടുവേർഡ്സ് ദം ആൻഡ് ഹിസ്ഡ്. അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഹിസ്സിങ് സൗണ്ട് ഉണ്ടാക്കി. ഹിസ്ഡ് അല്ലേ? ഷ് എന്നുള്ള സൗണ്ട്. പാമ്പ് എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുക? ഷ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അവർ പേടിപ്പിച്ചു. ഉറക്കനെ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, സ്റ്റോപ്പ് നിങ്ങളോട് ആരാ പറഞ്ഞത് എൻ്റെ അടുത്ത് നിന്ന് ആപ്പിൾ പറിക്കാൻ? ഹൗ ഡയർ യു പ്ലക്ക് ആപ്പിൾസ് ഫ്രം മൈ ട്രീ. നെക്സ്റ്റ് അവിടെ എന്ത് സംഭവിച്ചത്? ദ ഫൈറ്റ്. നെക്സ്റ്റ് ദ ഫൈറ്റ്. അവിടെ ഇപ്പം എന്ത് സംഭവിച്ചു? ഒരു ഫൈറ്റ് അല്ലേ? ആരൊക്കെ ആയിരുന്നു ഫൈറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചർ. വാട്ട് യു ക്യാൻ സീ ദർ? ഓൾ ആർ ഇൻ ഹാപ്പി മൂഡ്. ഓക്കെ, വൈ ദേ ആർ ഇൻ ഹാപ്പി? യെസ്, മൗഗ്ലി വോൺ ദ ഫൈറ്റ്. മൗഗ്ലി ആയിരുന്നു ഫൈറ്റിൽ വിൻ ചെയ്തത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് മൗഗ്ലി വിൻ ചെയ്തതെന്ന്. മൗഗ്ലി കോട്ട് കാ ബൈ ദി നെക്ക്. മൗഗ്ലി എന്ത് ചെയ്തു? കായുടെ നെക്കിൽ അങ്ങ് പിടിച്ചു. കാ ട്രൈ ടു ഫ്രീ ഹിംസെൽഫ്. കാ രക്ഷപ്പെടാൻ നോക്കി. ബട്ട് നോ, ഐ വോണ്ട് ലെറ്റ് യു ഗോ. മൗഗ്ലി ഹെൽഡ് കാ ടൈറ്റ്ലി. മൗഗ്ലി എന്ത് പറഞ്ഞു? നിന്നെ ഞാൻ പോവാൻ അനുവദിക്കില്ല. ഐ വോണ്ട് ലെറ്റ് യു ഗോ. നിന്നെ ഞാൻ പോവാൻ അനുവദിക്കില്ല. മൗഗ്ലി ഹെൽഡ് കാ ടൈറ്റ്ലി. മൗഗ്ലി കാനെ ഒന്നുകൂടെ ടൈറ്റായി പിടിച്ചു. കാ ഹിസ്ഡ് ഫിയർലി. കാ എന്ത് ചെയ്തു? പിന്നെയും ഹിസിങ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അല്ലേ? അവരെ പേടിപ്പിച്ച് അവരുടെ മേലേക്ക് ഇങ്ങനെ നിന്നു. ദ ബേർഡ്സ് ഓൺ ദ ട്രീ ഫ്ലൂ അവേ ക്രൈയിങ് ലൗഡ്ലി. ഇത് കണ്ട് ബേർഡ്സ് എല്ലാം പേടിച്ച് കരഞ്ഞ് ഉറക്കെ സൗണ്ട് ഉണ്ടാക്കി അവർ പറന്നുപോയി. ദ ബേർഡ്സ് ഓൺ ദ ട്രീ ഫ്ലൂ അവേ ക്രൈയിങ് ലൗഡ്ലി. ദ കബ്സ് ഹൈഡ് ബിഹൈൻഡ് എ ട്രീ ആൻഡ് വാച്ച് ദ ഫൈറ്റ്. വിൽ മൗഗ്ലി വിൻ? വിൽ കാ ബൈറ്റ് മൗഗ്ലി? കബ്സിനൊക്കെ നല്ല പേടിയായിരുന്നു അല്ലേ? അവരെന്ത് ചെയ്തു? ഹൈഡ് ബിഹൈൻഡ് എ ട്രീ, ഒരു മരത്തിന് പിറകിലായിട്ട് ഒളിച്ചു നിന്നു. ആൻഡ് വാച്ച് ദ ഫൈറ്റ്, അവിടെ ഒളിച്ചു നിന്നിട്ട് അവർ ഫൈറ്റ് നോക്കി. വിൽ മൗഗ്ലി വിൻ? മൗഗ്ലി ജയിക്കുമോ? വിൽ കാ ബൈറ്റ് മൗഗ്ലി? കാ
മൗഗ്ലിയെ ബൈറ്റ് ചെയ്യോ, ബൈറ്റ് മീൻസ് കടിക്കുവോ എന്ന് അവർ നോക്കിക്കൊണ്ട് നിന്നു. They were terrified. അവർ പേടിച്ച് നിൽക്കണതോ. No one came forward to help Mowgli. അവരാകെ പേടിച്ച് വിഷമിച്ച് നിൽക്കുകയാണ് അല്ലേ. No one came forward to help Mowgli. ആരും മൗഗ്ലിയെ രക്ഷപ്പെടുത്താൻ വരുന്നില്ല. Kaa opened his mouth to swallow Mowgli. കാ എന്ത് ചെയ്തു? വായ തുറന്നിങ്ങനെ നിൽക്കുകയാണ് മൗഗ്ലിയെ കടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. swallow എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. Kaa opened his mouth to swallow Mowgli. Mowgli pressed Kaa's neck and with all his strength. മൗഗ്ലി എന്ത് ചെയ്തു? കായുടെ നെക്കിൽ പിടിച്ച് നന്നായി പ്രസ് ചെയ്തു. മൗഗ്ലിയുടെ എല്ലാ ശക്തിയും കൂടെ എടുത്തിട്ട് കായുടെ നെക്കിൽ പിടിച്ച് നന്നായി പ്രസ് ചെയ്തു. മൗഗ്ലി pressed Kaa's neck with all his strength. Kaa choked and cried in pain. കാക്ക് എന്ത് സംഭവിച്ചു? ശ്വാസം മുട്ടി അല്ലേ. ചോക്ക്ഡ് മീൻസ് ശ്വാസം മുട്ടുക. ആൻഡ് ക്രൈഡ് ഇൻ പെയിൻ. അവന് വേദന കൊണ്ട് കരയാൻ തുടങ്ങി. മൗഗ്ലി ലെറ്റ് ഹിം ഗോ ആൻഡ് ഹി ക്രൗൾഡ് അവേ. അവൻ വേദനിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ മൗഗ്ലി എന്ത് ചെയ്തു? ലെറ്റ് ഹിം ഗോ, അവനെ വിട്ടുകൊടുത്തു. ആൻഡ് ഹി ക്രൗൾഡ് അവേ, എഴഞ്ഞ് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചത്? അവിടെ നല്ലൊരു ഫൈറ്റാണ് സംഭവിച്ചത് അല്ലേ. മൗഗ്ലി കായുടെ നെക്കിൽ പിടിച്ചു. കാ എന്ത് ചെയ്തു? ട്രൈ ടു ഫ്രീ ഹിംസെൽഫ്, രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബട്ട് മൗഗ്ലി ഹെൽഡ് കാ ടൈറ്റ്ലി. അപ്പോൾ കാ എന്ത് ചെയ്തു? കാ ഹിസ്ഡ് ഫിയർലി. കാ ഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ട് ചീറ്റിയെടുത്തു. പക്ഷേ മൗഗ്ലി പേടിച്ചോ? ഇല്ല. ദ ബേർഡ്സ് ഓൺ ദ ട്രീ ഫ്ലൂ അവേ ക്രൈയിങ് ലൗഡ്ലി. എന്ത് സംഭവിച്ചു? ബേർഡ്സ് എല്ലാവരും പേടിച്ച് പറന്നുപോയി. കബ്സ് ഹൈഡ് ബിഹൈൻഡ് എ ട്രീ. പിന്നെന്ത് സംഭവിച്ചത്? ആൻഡ് വാച്ച് ദ ഫൈറ്റ്. അവർ കബ്സൊക്കെ മരത്തിന് ബാക്കിൽ ഒളിച്ചു നിന്നിട്ട് ഫൈറ്റ് കണ്ടുകൊണ്ടിരുന്നു. നോ വൺ കെയിം ഫോർവേഡ് ടു ഹെൽപ്പ് മൗഗ്ലി. ആരും മൗഗ്ലിയെ രക്ഷപ്പെടുത്താൻ വന്നില്ല അല്ലേ. കാ എന്ത് ചെയ്തു? ഓപ്പൺ ഹിസ് മൗത്ത് ടു swallow മൗഗ്ലി. മൗഗ്ലി പ്രസ്ഡ് കാസ് നെക്ക് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. എല്ലാ ശക്തി എടുത്തിട്ട് കായുടെ നെക്കിൽ അങ്ങ് അമർത്തി പിടിച്ചു. കാക്ക് ശ്വാസം മുട്ടി അല്ലേ. ചോക്ക്ഡ് ആൻഡ് ക്രൈഡ് ഇൻ പെയിൻ. അവൻ കരയാൻ തുടങ്ങി. മൗഗ്ലി ലെറ്റ് ഹിം ഗോ ആൻഡ് ഹി ക്രൗൾഡ് അവേ. ഓക്കെ, ക്ലിയർ? സോ അവരങ്ങനെ വിൻ ചെയ്ത ഒരു ആഘോഷമാണ് ഈ കാണുന്നത് അല്ലേ. ആഫ്റ്റർ ദാറ്റ് ദേ കെയിം ബാക്ക് ടു ദെയർ ഹോം. അവരൊരു വീട്ടിലേക്ക് വന്നു. ഹുറേ ദ കബ്സ് ഷൗട്ടഡ്. കബ്സ് എന്ത് പറഞ്ഞു? ഹുറേ, നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ശബ്ദമാണ് അല്ലേ, ഹുറേ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് എലഫന്റ് ട്രംപ്റ്റഡ്. എലിഫന്റ് ട്രംപ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നം വിളിച്ചു. ഇവിടെ നമുക്ക് കാണാം, എലഫന്റിനൊക്കെ കാണാം അല്ലേ. എലഫന്റ് ട്രംപ്റ്റഡ്. ദ ബേർഡ്സ് ചിപ്ഡ്. ബേർഡ്സ് എല്ലാം ചിലക്കാൻ തുടങ്ങി. ബേർഡ്സ് ചിപ്ഡ് ആൻഡ് ഫ്ലൂ ബാക്ക് ടു ദി ട്രീ. അവര് പറന്നുപോയ ബേർഡ്സ് എല്ലാവരും തിരിച്ചു വന്നു. ആൻഡ് ദ കബ്സ് ഹോൾഡ് ദ ജോയ് ആൻഡ് ഹഗ്ഡ് മൗഗ്ലി. കബ്സ് എന്ത് ചെയ്തു? അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മൗഗ്ലിയെ കെട്ടിപ്പിടിച്ചു അല്ലേ. They were very happy. They ran towards their mother. The mother wolf was waiting for them. അവര് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. മദർ വോൾഫ് വാസ് വെയിറ്റിംഗ് ഫോർ ദം. മദർ വോൾഫ് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. മദർ വോൾഫ് എന്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും? why are you late? she asked. അവൾ ചോദിച്ചു, അമ്മ ചോദിച്ചു, why are you late? നിങ്ങൾ എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്ന് ചോദിച്ചു. വാട്ട് കുഡ് ബി മൗഗ്ലീസ് റിപ്ലൈ? മൗഗ്ലിയുടെ റിപ്ലൈ എന്തായിരിക്കും? യെസ്, നമുക്ക് നെക്സ്റ്റ് പേജിൽ ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ മദർ വോൾഫ് ആൻഡ് മൗഗ്ലി നമുക്ക് ഫിൽ ചെയ്യാം. Complete the story by writing the conversation between Mowgli and the mother wolf. മൗഗ്ലിയും മദർ വോൾഫും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണിത്. ഇത് നിങ്ങൾ ഫിൽ ചെയ്യണം. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? മദർ ചോദിക്കുകയാണ്, വൈ ആർ യു ലേറ്റ്? അപ്പോൾ മൗഗ്ലി എന്ത് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരിക്കും? കാട്ടിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയണം അല്ലേ. അവർ ലേറ്റ് ആവാൻ കാരണം എന്താണ്? കായുമായിട്ടൊരു ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് അമ്മയുടെ അടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ എങ്ങനെയാ പറയാ? അമ്മ, we saw a snake, the dangerous car. He stopped us. അവൻ ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്തു അല്ലേ. ഓ മൈ ഗോഡ്. അപ്പം അമ്മ പറയാണ്, ഓ മൈ ഗോഡ്, car, it's very dangerous. Did he bite you? അവൻ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അവൻ നിങ്ങളെ
കടിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ മൗഗ്ലി എന്ത് പറഞ്ഞു? ഇല്ല അല്ലേ. ഓ നോ മാ ഐ ടോട്ട് ഹിം എ ലെസൺ. ഞാൻ അവനൊരു പാഠം പഠിപ്പിച്ചു. അവൻ ഞങ്ങൾ കടിച്ചൊന്നുമില്ല, ഞാൻ അവരൊരു പാഠം പഠിപ്പിച്ചു. ഓ നോ മാ ഐ ടോട്ട് ഹിം എ ലെസൺ. ഇത്രയും നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, താങ്ക് യു.